ഇത് സ്നേഹത്തിൽ നിന്നാ. വിശുദ്ധ ജീവിതം നിയമത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാ. കൽപ്പന ഭാരമുള്ളതല്ല. 1 യോഹന്നാൻ 5:2. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവവചനം പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ ദൈവകൽപ്പന ഭാരമുള്ളതല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ഇത് ഭയങ്കര ഭാരമാണ്. അതെ അതെ, പുതിയ നിയമം അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഭൂമിയിൽ നടക്കുന്ന സകല കാര്യത്തിന് എതിരായി ഈ പുസ്തകം. ഞാൻ ഒരൊറ്റ വാക്യം ഈ വർഷത്തെ PYP ക്യാമ്പിലെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം ഈ വർഷം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുക, എന്റെ പൊന്ന് പാസ്സായ KSRTC ബസ്സിൽ ഒരു സീറ്റ് പോലും കിട്ടുകയല്ല സൗമ്യതയുള്ളവർക്ക്. സൗമ്യതയുള്ളവർക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു സീറ്റ് പോലും കിട്ടുകയില്ല. മുമ്പേ നിൽക്കുന്നവരെ തട്ടിമറിച്ചിട്ടേച്ച് കയറിയല്ല സീറ്റ് കിട്ടുള്ളൂ. അന്നേരമാണോ ഭൂമിയെ കൈവശമാക്കാന്ന് പറയുന്നത്? സൗമ്യതയുള്ളവർക്ക് ഒന്നും കിട്ടുകയില്ല, ഒന്നും കിട്ടുകയില്ല. വല്ല മൂലയിലും ഇരിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ആർക്കാ? എങ്ങനെയെങ്കിലും മുമ്പിൽ എത്തിക്കോണം. അത് എതിലെയാ വന്നെന്നൊന്നും വിഷയമല്ല. എതിലെവിടെ മേളിൽ കയറിക്കും, ജനലിൽ കൂടെ കയറുവോ, മോളിൽ കൂടെ കയറി കയറെ കെട്ടിച്ച എതിലെ ആയാൽ എന്നെ ഫ്രണ്ടിൽ വന്നാ പോരെ. എവിടെ യേശു? എവിടെ ഗിരിപ്രഭാഷണം? അതിന് ഗിരിപ്രഭാഷണം എവിടെ പ്രസംഗിക്കുന്നു? സങ്കീർത്തനം വായിച്ച് അതിൽ നിന്നൊരു പ്രബോധനം പറഞ്ഞു കഴിയുമ്പോൾ സന്ധ്യയായി ഉഷസ്സുമായി ഒരു ഞായറാഴ്ച തീർന്നു. ദാവീദ് ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേനും സഭായോഗം കഴിയും. ദാവീദ് പുത്രനെ കാണാൻ നേരെയില്ല. പിണങ്ങരുത്. സങ്കീർത്തനം വായിക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല, പറയുകയില്ല. പക്ഷെ ജീവിതം മുഴുവൻ അതിൽ കിടന്ന് കറങ്ങരുത്. ദാവീദിന്റെ അടുത്തുനിന്ന് ദാവീദ് പുത്രന്റെ അടുത്തോട്ട് വാ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് അവർക്ക് ചെയ്യുവീൻ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്റെ കർത്താവേ, ഇത് എന്തൊരു വാക്യ! ഇത് മധുവായിക്കകത്തെന്ന് പറയാൻ കൊള്ളാം, റേഷൻ കടയിൽ പോലും നിന്ന് പറയാൻ പറ്റുകയില്ല. ആധാർ കാർഡിന് ക്യൂ നിൽക്കുമ്പോ ഈ വാക്യം ഓർത്തു പോയോ കാർഡ് കിട്ടുകയില്ല. റെയിൽവേ ടിക്കറ്റിന് ക്യൂ നിൽക്കുമ്പോ ഈ വാക്യം ഓർക്കരുത്. അപ്പൊ ബൈബിൾ പ്രമാണം എളുപ്പമല്ലെന്നായി പറഞ്ഞു. സൗമ്യതയുള്ളവർ വാക്യം അവർക്കൊന്നും കിട്ടുകയില്ലെന്നാക്കണം. പക്ഷേ ദൂത് മറുവശം കേട്ടോണം. വാളുകൊണ്ടും തോക്കുകൊണ്ടും ബോംബ് കൊണ്ടും ഇവിടെ രാജ്യങ്ങൾ സ്ഥാപിച്ചു. എന്നിട്ടിപ്പോ എവിടെ? അവരുടെ പേരിപ്പോ ഇവിടെ ഒന്ന് ഉറക്കം വിളിച്ചാൽ അപ്പുറത്തെ വീട്ടിലെ നായ ഓടി വരും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി? തോക്കുകൊണ്ടും വാളുകൊണ്ടും ബോംബ് കൊണ്ടും രാജ്യം സ്ഥാപിച്ചവരുടെ പേര് ഇപ്പൊ ഇവിടെ ഒന്ന് വിളിച്ചാൽ അപ്പുറത്തെ വീട്ടിലെ ഡോബർമാൻ ഓടി ഇവിടെ വരും. എന്താ ഇങ്ങനെയൊക്കെ വന്നത്? തമ്പുരാൻ അറിയാതെയല്ല, അറിഞ്ഞോ? ഇത്രേ ഉള്ളിത്. പിടിച്ചെടുക്കുന്നതും വെട്ടിപ്പിടിക്കുന്നതും തട്ടിപ്പറിക്കുന്നതും ഇത്രേ ഉള്ളൂ. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താടിരിപ്പീൻ. ഇത്രേ ഉള്ളതേ. യേശു കർത്താവ് സൗമ്യത കൊണ്ട്, സ്നേഹം കൊണ്ട്, ക്ഷമ കൊണ്ടൊരു രാജ്യം സ്ഥാപിച്ചു. ആ രാജ്യത്തിൽ ആള് കുറഞ്ഞോണ്ടിരിക്കുകയാണോ കൂടിക്കൊണ്ടിരിക്കുകയാണോ? കുറച്ച് പറഞ്ഞാട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ ചിലർ ആ രാജ്യത്തിൽ കയറാൻ ഇവിടെ ക്യൂ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാജ്യത്തിൽ കയറാൻ വരുമ്പോൾ യേശു പറയുന്നത് എന്നാണെന്നറിയോ? ഇങ്ങോട്ട് വന്നാ മതി, ഇങ്ങോട്ട് സൈക്കിളെ വന്നാൽ അങ്ങോട്ട് കാറേ പോവും. അങ്ങനെയൊന്നുമല്ല യേശു പറയുന്നത്. ഒരുത്തൻ എന്റെ പിന്നാലെ വരാനിച്ചാൽ ആദ്യമേ ഇവിടുത്തെ പ്രമാണം മനസ്സിലാക്കണം. തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് അതും പോരാ, എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ ഭാര്യയോ കാറിനെയോ വീടിനെയോ പൊസിഷനെയോ സ്നേഹിക്കുന്നവന് ഇതിലെ നടക്കാവുന്നേ ഉള്ളൂ. എന്റെ ശിഷ്യനായിരിക്കാൻ പറ്റുകയില്ല. അയ്യോ, എന്റെ പാസ്റ്റർ ശിഷ്യനാകണമെന്ന് ആർക്കാ നിർബന്ധം?
എന്നാ അത്രയും തുറന്നു പറഞ്ഞതിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശു രാജ്യം സ്ഥാപിച്ചിരിക്കുക. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മ. അതിനകത്തോട്ട് വരാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുക. ഈ കുരിശെടുക്കാൻ, ഈ നിന്ന ചുമക്കാൻ, ഈ അപമാനം സഹിക്കാൻ ലോകം മുഴുവനും ആയിരങ്ങൾ കൈ ഉയർത്തി നിൽക്കുക. ഹല്ലേലൂയ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഈ കൈവശമാക്കുക, അവകാശമാക്കുക നമ്മുടെ വ്യത്യാസം എന്നാണെന്നറിയോ? കൈവശമാക്കുക എന്ന് പറഞ്ഞത് ഈ മൈക്ക് ഇപ്പൊ എൻ്റെ ഇല്ല. 7:30 ഇത് കയ്യിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും. സ്വത്രം. എന്നാൽ അവകാശമാക്കുക എന്ന് പറഞ്ഞാലേ എന്റെ അപ്പൻ എനിക്ക് തന്ന ഭൂമിയാ. അത് നിങ്ങൾ ആരൊക്കെ എന്നാലും പറഞ്ഞാൽ അത് എനിക്കും എന്റെ പിള്ളേർക്കുമാണ്. അതാ സൗമ്യതയുള്ള കൈവശമാക്കുമെന്നല്ല, അവകാശമാക്കും. പിടിച്ചു പറിച്ചവനോ കൈവശമാക്കും. സമയമാകുമ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.